ഈ കഴിഞ്ഞ 1-2 ദിവസമൊക്കെ ആയിട്ട് നമുക്കിടയിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ഒന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ബിവറേജസ് കോർപ്പറേഷന് മുന്നിൽ വെച്ച് ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടാകുന്നു. അതിൻ്റെ പേരിൽ അതിൻ്റെ ഒരു വൈരാഗ്യം വെച്ച് ഒരു മനുഷ്യനെ ഇടിച്ച് തെറിപ്പിച്ചാൽ കൊല്ലുകയാണ്. മറ്റൊരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരാളെ വാഹനത്തിൽ 1/2 കിലോമീറ്ററോളമൊക്കെ വലിച്ചിഴയ്ക്കുന്നു. അങ്ങനെ പലവിധമായ മനോനിലയിലേക്കൊക്കെ നമ്മുടെ സഹജീവികൾ എത്തിച്ചേരുന്നു എന്ന് പറയുന്നത്, മനുഷ്യർ എത്തിച്ചേരുന്നു എന്ന് പറയുന്നത് അത്യന്തം ഭയം ഉളവാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ ബിവറേജസ് കോർപ്പറേഷൻ മദ്യശാലയ്ക്ക് മുന്നിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുണ്ടായ വാക്ക് തർക്കമാണ് ഈ അമ്പാടി സുരേഷിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. എന്താണ് സംഭവിച്ചതെന്ന് കാണാം. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് മന്ദമരുതി ഭാഗത്ത് വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു എന്ന വിവരം പോലീസിന് കിട്ടിയത്. പക്ഷേ മൃതദേഹത്തിലെ പരിക്കുകൾ സാധാരണ വാഹനാപകടങ്ങളിൽ സംഭവിക്കുന്ന സ്വഭാവത്തിലുള്ളവയായിരുന്നില്ല. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വാഹനാപകടമല്ല, വാഹനമിടിപ്പിച്ചുള്ള കൊലപാതകമെന്ന് വെളിവായത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: കൊല്ലപ്പെട്ട അമ്പാടിയും സഹോദരങ്ങളും ചേത്തക്കൽ സ്വദേശികളായ സംഘവുമായി ഇന്നലെ വൈകുന്നേരം റാന്നി ബെവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റിന് മുന്നിൽ വെച്ച് വാക്കുതർക്കം നടന്നിരുന്നു. മദ്യശാലയ്ക്ക് സമീപ പ്രദേശത്ത് വെച്ച് ഇരു സംഘങ്ങളും തമ്മിൽ ചെറിയ തോതിൽ കയ്യാങ്കളിയും ഉണ്ടായെന്നും പറയപ്പെടുന്നു. അവിടെ വെച്ച് വേണ്ട, മന്ദമരുതിയിൽ വെച്ച് ഏറ്റുമുട്ടാമെന്ന് ചേത്തക്കൽ സ്വദേശികളായ സംഘം അമ്പാടിയെയും സഹോദരങ്ങളെയും വെല്ലുവിളിച്ചെന്നാണ് അമ്പാടിക്കൊപ്പമുണ്ടായിരുന്നവരുടെ മൊഴി. അമ്പാടിയും സഹോദരങ്ങളുമാണ് ആദ്യം കാറിൽ മന്ദമരുതിയിലെത്തിയത്. ഒപ്പം ഇവരുടെ ഒരു സുഹൃത്തുമുണ്ടായിരുന്നു. കാർ വഴിയോരത്ത് പാർക്ക് ചെയ്ത് പുറത്തിറങ്ങി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ചേത്തക്കൽ സംഘമെത്തി. ഇവർ അമ്പാടിയെ ഇടിച്ചിട്ട ശേഷം ശരീരത്തിലൂടെ വാഹനം കയറ്റി ഇറക്കി. മകന് ഒരാളുമായും ശത്രുതയില്ല എന്ന് അമ്പാടിയുടെ അച്ഛൻ പറയുന്നു. സഹോദരങ്ങൾക്കൊപ്പം കാറിൽ പുറത്തുപോയി അപകടമുണ്ടായെന്ന് മാത്രമായിരുന്നു അറിഞ്ഞത്. അത് ഇന്ന് രാവിലത്തോടെയാണ് ഞാൻ അറിയുന്നത്. ഇന്നലെ ഒരു ആക്സിഡന്റ് ഉണ്ടായത് മാത്രമേ പറഞ്ഞുള്ളൂ. എൻ്റെ 2 മക്കളുണ്ടായിരുന്നു കൂടെ, ഒരു 3 പേരുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അങ്ങനെ അറിഞ്ഞത്. ഞങ്ങളൊരു 7 മണിയായപ്പോൾ അമ്പാടി ഞങ്ങളെ ഫോൺ വിളിച്ചായിരുന്നു. അതിനുശേഷം പിന്നെ വിളിച്ചിട്ടൊന്നും കോൾ എടുക്കുന്നില്ലായിരുന്നു. ചേത്തക്കൽ സ്വദേശികളായ അരവിന്ദ്, അജോ, ശ്രീകുട്ടൻ എന്നിവർക്കെതിരെ പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തു. ഇരു സംഘങ്ങളും തമ്മിൽ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നോ എന്ന് ഇപ്പോൾ വ്യക്തമല്ല. ന്യൂസ് മലയാളം, പത്തനംതിട്ട.